ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോമിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓറം മെറ്റാലിക്കം എന്നൊരു ഡ്രഗാണ്. പ്രോപ്പർ ടോപ്പിക്കിലേക്ക് പോണതിന് മുമ്പ് കുറച്ച് ഇൻട്രൊഡക്ടറി പോർഷൻസ് നോക്കാം. കോമൺ നെയിം ഓഫ് ഓറം മെറ്റാലിക്കം ഈസ് ഗോൾഡ് ആൻഡ് ദ പ്രൂവർ ഈസ് ഡോക്ടർ ഹാനിമാൻ. ദ ടെമ്പറമെൻറ്റ് ഈസ് melancholic and irritable. Relation with heat and cold, they are very chilly. And the diathesis is scrofulous diathesis. Miasm is syphilis. Next we move on to കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളിന്ന് കോൺസ്റ്റിറ്റ്യൂഷനും മെൻ്റൽ ജനറലും ഒക്കെ പഠിക്കാൻ പോകുന്നത് ഒരു ഫേമസ് ആക്ടറിനെ വെച്ചിട്ടാണ്. സുശാന്ത് സിംഗ് രജ്പുത്ത്. എല്ലാവർക്കും അറിയായിരിക്കും, വളരെ റീസെൻ്റ് ആയിട്ടായിരുന്നു അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്. അദ്ദേഹം വളരെ ഒരു ഗ്രേറ്റ് ഡിപ്രഷനിലായിരുന്നു. നമ്മളെല്ലാവരും വായിച്ചതും അറിഞ്ഞതൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്റൽ ഫീച്ചേഴ്സും കോൺസ്റ്റിറ്റ്യൂഷണൽ ഫീച്ചേഴ്സും ഒക്കെ ഏകദേശം ഈ ഓറം മെറ്റാലിക്കത്തിനെ പോലെയാണ്. നമുക്കന്ന് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ സുശാന്ത് സിംഗ് രജ്പുത്തിനെ വെച്ച് പഠിക്കാം. Aurum Metallicum has a broken down constitution ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ബൈ ബാഡ് എഫക്ട്സ് ഓഫ് മെർക്കുറി ആൻഡ് സിഫിലിസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവരൊരു സിഫിലിറ്റിക് മയാസമാണെന്ന്. അപ്പോൾ അവരുടെ ബ്രോക്കൺ ഡൗൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന് കാരണവും ബൈ ദ ബാഡ് എഫക്ട് ഓഫ് ദ മെർക്കുറി ആൻഡ് സിഫിലിസ്. ആൻഡ് മെർക്കുറി ഈസ് ദ കിങ് ഓഫ് സിഫിലിറ്റിക് റെമഡീസ്. നെക്സ്റ്റ്, ദർ ആർ സാൻഗ്വിൻ ആൻഡ് റുഡി പീപ്പിൾ. സാൻഗ്വിൻ മീൻസ് ബ്ലഡി ആൻഡ് റുഡി പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി റെഡിഷ് കളറാണ്. നെക്സ്റ്റ്, ദേ ഹാവ് എ ബ്ലാക്ക് ഹെയർ ആൻഡ് ബ്ലാക്ക് ഐസ്. ഓക്കെ, ബ്ലാക്ക് ഹെയർ ആണ്, ബ്ലാക്ക് ഐ ആണ്. നമുക്ക് ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ ദേ ആർ സാൻഗ്വിൻ, റുഡി പീപ്പിൾ, ബ്ലാക്ക് ഹെയർ ആൻഡ് ബ്ലാക്ക് ഐസ്. ദേ ആർ ലൈവ്ലി ആൻഡ് റെസ്റ്റ്ലെസ്. അദ്ദേഹത്തിന് കുറേ സ്റ്റേജ് ഷോ ഒക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് ആൻഡ് ഭയങ്കര ലൈവ്ലി ആണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓറം മെറ്റാലിക്ക എന്ന് പറയുന്നത് ലൈവ്ലി ആണ്, റെസ്റ്റ്ലെസ് ആണ് ആൻഡ് ദേ ആർ ഓൾസോ ആൻഷ്യസ് അബൌട്ട് ഫ്യൂച്ചർ. അതുകൊണ്ടായിരിക്കുമല്ലോ സൂയിസൈഡ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭയങ്കര ആൻഷ്യസ് അബൌട്ട് ഫ്യൂച്ചർ ആണ്. ആൻഡ് ഓറം മെറ്റാലിക്കം പീപ്പിൾ എന്ന് പറയുന്നത് ഒലിവ് ബ്രൗൺ കോംപ്ലക്ഷൻ ആയിരിക്കും. ഈ ഇമേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു ഡാർക്ക് ഒലിവ് ബ്രൗൺ കോംപ്ലക്ഷൻ ആണ്. അപ്പം ഓറം മെറ്റാലിക്കം പീപ്പിൾ വിത്ത് ഡാർക്ക് ഒലിവ് ബ്രൗൺ കോംപ്ലക്ഷൻ. ദേ ആർ സാഡ്, ഗ്ലൂമി ആൻഡ് ടാസിറ്റേൺ. ടാസിറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ടെൻ ടു ബി ക്വയറ്റ്. അപ്പം ഓറം മെറ്റാലിക്കം പീപ്പിൾ സാഡ്, ഗ്ലൂമി ആൻഡ് ടാസിറ്റേൺ. ദെൻ പൈനിങ് ബോയ്സ്. പൈനിങ് ബോയ്സ് എന്ന് വെച്ചാൽ എന്താണ്? പൈനിങ് മീൻസ് ദേ ഹാവ് എ സ്ട്രോങ് ഡിസയർ ടു ഡു സംതിങ് അൺഅറ്റൈനബിൾ. സുശാന്ത് സിംഗിൻ്റെ ഒരു 50 ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ യൂട്യൂബിലുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ ഡ്രീംസൊക്കെ ഭയങ്കര ഹൈ ഡ്രീംസ് ആണ്. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദേ ആർ ലൈഫ്ലെസ്, ലോ സ്പിരിറ്റഡ്. ലൈഫ്ലെസ് ആൻഡ് ലോ സ്പിരിറ്റഡ്. ജീവിതം അത്രയും വെറുത്ത് പോയി, ഒട്ടും താല്പര്യമില്ല ജീവിക്കാൻ, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫീച്ചേഴ്സ് ആയിരിക്കും. ലൈഫ്ലെസ് ആൻഡ് ലോ സ്പിരിറ്റഡ്. അദ്ദേഹം അതുകൊണ്ടായിരിക്കുമല്ലോ സൂയിസൈഡ് ചെയ്തത്. ആൻഡ് ഓറം മെറ്റാലിക്കം പീപ്പിൾ ഹാവ് എ വീക്ക് മെമ്മറി. നെക്സ്റ്റ്, ഒരു ഓൾഡ് പീപ്പിൾ. ഓൾഡ് പീപ്പിൾ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്, ഓറം മെറ്റാലിക്കത്തിൽ ഓൾഡ് പീപ്പിൾ എന്ന് പറയുന്നത് വിത്ത് വീക്ക് വിഷൻ ആൻഡ് ദേ ആർ കോർപ്പുലൻ ആൻഡ് ദേ ആർ ഓൾസോ ടയേർഡ് ഓഫ് ലൈഫ്. അവരും വീക്ക് വിഷൻ ആയിരിക്കും. ദേ ആർ ഓൾസോ ടയേർഡ് ഓഫ് ലൈഫ്. കീനോട്ടിൽ പറയുന്ന മറ്റൊരു ഫീച്ചറാണ് ദേ ലാക്ക് ഇൻ ബോയിഷ് ഗോ, ടെസ്റ്റിസ് അൺഡെവലപ്ഡ് ആൻഡ് മിയർ പെൻഡൻറ്റ് ഷ്രെഡ്സ്. ബോയിഷ് ഗോ ലാക്കിംഗ് ആയിരിക്കും, ടെസ്റ്റിസ് അൺഡെവലപ്ഡ് ആയിരിക്കും ആൻഡ് മിയർ പെൻഡൻറ്റ് ഷ്രെഡ്സ് ആയിരിക്കും. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു മെൻ്റൽ ജനറൽസ്. മെൻ്റൽ ജനറൽസ് എല്ലാം നമ്മൾ പറഞ്ഞു സിഫിലിറ്റിക് മയാസം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. The central theme of Aurum is extreme depression and loathing of life, which progress to suicidal thoughts and finally self-destruction. അതായത് ഓറമെറ്റിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് എക്സ്ട്രീം ഡിപ്രഷനും ലോത്തിങ് ഓഫ് ലൈഫുമാണ്. അത് പിന്നീട് പ്രോഗ്രസ് ചെയ്ത് സൂയിസൈഡൽ തോട്ട്സിലേക്കും ഫൈനലി സെൽഫ് ഡിസ്ട്രക്ഷൻ, അതായത് സൂയിസൈഡിലേക്കും ചെന്ന് നിൽക്കും. ഇവരെന്തായാലും സൂയിസൈഡ് ചെയ്യും. അപ്പോൾ എക്സ്ട്രീം ഡിപ്രഷനും ലോത്തിങ് ഓഫ് ലൈഫും കഴിഞ്ഞിട്ട് എന്തായാലും അവർ സൂയിസൈഡ് ചെയ്യും ലാസ്റ്റ്. പക്ഷേ നാജ എന്ന് പറഞ്ഞ ഡ്രഗിനൊക്കെ ആണെങ്കിൽ അവർക്ക് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ട്, പക്ഷേ ദേ ആർ അഫ്രൈഡ് ടു ഡൈ. അതുകൊണ്ട് അവർ സൂയിസൈഡ് ചെയ്യില്ല, അവർക്ക് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഓറം പീപ്പിൾ, ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമുക്കത് സുശാന്ത് സിംഗുമായിട്ട് കണക്ട് ചെയ്യാം. എക്സ്ട്രീം ഡിപ്രഷനായിരുന്നു, ലോത്തിങ് ഓഫ് ലൈഫ് ആയിരുന്നു. ഓറം മെറ്റാലിക്കത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സിഫിലിറ്റിക് ഡിപ്രഷൻ ആയിരിക്കും. അതായത് അവർ ഡിപ്രഷനിലേക്ക് പോവുകയാണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം അവരുടെ ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് വരില്ല, ബിക്കോസ് ദേ ആർ സിഫിലിറ്റിക്. അവരുടെ അപ്പോൾ നമുക്ക് ഒരിക്കലും അവർ സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുക. ഈവൻ സുശാന്ത് സിംഗിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹം മരിച്ചതിന് ശേഷം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിൻ്റെ ആ ചിരിക്ക് പിന്നിൽ ഇത്രയും സങ്കടം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെയാണ് അവരുടെ ഡിപ്രഷൻ. പുറമെ നോക്കുമ്പോൾ അവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, അവർ ഭയങ്കര ഓക്കെ ആയിരിക്കും. ദേ ലുക്ക് ലൈക്ക് ദേ ആർ ക്വൈറ്റ് ഓക്കെ, ബട്ട് ഇൻസൈഡ് ദേ മൈറ്റ് ഹാവ് ആൻ എക്സ്ട്രീം സെൻസിറ്റിവിറ്റി. അപ്പോൾ അതാണ് ബിക്കോസ് ദേ ആർ സിഫിലിറ്റിക് മൈസ്, ഇമോഷൻസ് ഡു നോട്ട് കം ഔട്ട് സൈഡ്.
അപ്പോൾ എന്തൊക്കെയാണ് അവരെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നത് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ എയിൽമെൻറ്റ്സ് ഫ്രം ഓറം മെറ്റാലിക്കത്തിന് എയിൽമെൻറ്റ്സ് ഫ്രം എന്ന് പറയുന്നത് ഫ്രൈറ്റ്, ആങ്കർ, കോൺട്രഡിക്ഷൻസ്, മോട്ടിഫിക്കേഷൻ, വെക്സേഷൻ, ഡ്രെഡ്, റിസർവ്ഡ് ഡിസ്പ്ലഷർ. ഇപ്പോൾ ഫ്രൈറ്റും ആങ്കറും കോൺട്രഡിക്ഷൻസും മോട്ടിഫിക്കേഷൻസും വെക്സേഷൻ ആൻഡ് ഡ്രെഡ് ആൻഡ് റിസർവ്ഡ് ഡിസ്പ്ലഷർ. ഇപ്പോൾ റിസർവ്ഡ് ഡിസ്പ്ലഷർ എന്താണെന്ന് നമുക്ക് നോക്കാം. റിസർവ്ഡ് ഡിസ്പ്ലഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ നോട്ട് ഓപ്പൺലി എക്സ്പ്രസ് ദെയർ ഫീലിങ്സ്. അവരുടെ ഫീലിങ്സ് അവർ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. അതുകൊണ്ട് അത് സിഫിലിറ്റിക് മയാസ് ആയതുകൊണ്ട്. ദേ ആർ ഓവർ സെൻസിറ്റീവ്, ലീസ്റ്റ് കോൺട്രഡിക്ഷൻ എക്സൈറ്റ്സ് റാത്ത്. റാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിഗ്നേഷൻ ഓർ ആങ്കർ എന്നാണ് അർത്ഥം. അതായത് റാത്ത് എന്ന് വെച്ചിട്ട് എക്സ്ട്രീം ലെവൽ ഓഫ് ആങ്കർ. എന്തെങ്കിലും ചെറുത് ഭയങ്കര സെൻസിറ്റീവാണ് അവർ, ഒരു ചെറിയ കോൺട്രഡിക്ഷൻ പോലും അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ദേ ആർ ഓവർ സെൻസിറ്റീവ് ടു പെയിൻ, സ്മെൽ, ടേസ്റ്റ്, ഹിയറിംഗ്, ടച്ച്. കോൺട്രഡിക്ഷൻ മാത്രമല്ല, പെയിനും സ്മെല്ലും ടേസ്റ്റും ഹിയറിംഗ് ആൻഡ് ടച്ച് ഇതെല്ലാം അവർക്ക് ഓവർ സെൻസിറ്റീവാണ്. ഓക്കെ. ഓറം ടൈപ്പ് എന്ന് പറയുന്നത് ടിപ്പിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സക്സസ്ഫുൾ, അംബീഷ്യസ്, റെസ്പോൺസിബിൾ, ഹോണസ്റ്റ്, ഇൻഡസ്ട്രിയസ് പീപ്പിൾ ആണ് ഹു വാണ്ട് ടു ലീഡ്, റൈസ് ആൻഡ് ഷൈൻ. ദേ റൈസ് ഇൻ ടു എ സിറ്റുവേഷൻ വെർ പീപ്പിൾ ബിക്കം ഡിപ്പെൻഡ് ഓൺ ദം ആൻഡ് ദേ ഫീൽ ടു മെയിൻറ്റെയിൻ ദെയർ പവർ. ഓറം ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സക്സസ്ഫുൾ, ambitious, responsible, honest, industrious people who want to lead, rise and shine. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് സുശാന്ത് സിംഗുമായിട്ട് കണക്ട് ചെയ്യാം. അവർ സക്സസ്ഫുൾ പീപ്പിൾ ആണ്, ആംബിഷ്യസ് പീപ്പിൾ ആണ്, റെസ്പോൺസിബിൾ ആണ്, ഹോണസ്റ്റ് ആണ്, ഇൻഡസ്ട്രിയസ് പീപ്പിൾ ആണ്. ആൻഡ് ദേ വാണ്ട് ടു ലീഡ്, റൈസ് ആൻഡ് ഷൈൻ. ദേ റൈസ് ഇൻ ടു എ സിറ്റുവേഷൻ വെയർ പീപ്പിൾ ബിക്കം ഡിപ്പെൻഡ് ഓൺ ദം ആൻഡ് ദേ ഫീൽ ടു മെയിൻറ്റെയിൻ ദെയർ പവർ. അവരിപ്പോൾ ഓറം മെറ്റാലിക്കം പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആംബിഷൻസ് എല്ലാം ഹൈ ലെവൽ, ഭയങ്കര സ്റ്റാൻഡേർഡ് ആംബിഷൻസ് ആയിരിക്കും. അവർ സെറ്റ് ചെയ്യുന്ന എയിം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ദേ കീപ്സ് വെരി ഹൈ സ്റ്റാൻഡേർഡ്. സംടൈംസ് ദേ ആർ നോട്ട് സക്സസ്ഫുൾ ഇൻ അച്ചീവിങ് ഇറ്റ്. അവരുടെ എയിമും ആംബിഷൻസും ഒക്കെ വെരി ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ചില സമയത്ത് അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ വെരി ആംബിഷ്യസ് ലൈക്ക് നെക്സ്ഫോമിക്ക ബട്ട് നോട്ട് സക്സസ്ഫുൾ ആസ് നെക്സ്ഫോമിക്ക. നെക്സ്ഫോമിക്കയെ പോലെ അംബിഷ്യസ് ആണ്, പക്ഷേ സക്സസ്ഫുൾ അല്ല. ദേ ആർ സക്സസ്ഫുൾ ഇൻ അതേഴ്സ് വ്യൂ ബട്ട് ഫോർ ദംസെൽഫ് ദേ ഡിഡ്ന്റ് റീച്ച് ദ ഹൈ സ്റ്റാൻഡേർഡ്. ഞാൻ പറഞ്ഞു, അവരെപ്പോഴും ഹൈ സ്റ്റാൻഡേർഡാണ് അവരുടെ എയിം ആംബിഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുക. പക്ഷേ ചില സമയത്ത് അവർക്ക് സക്സസ്ഫുൾ ആവില്ല. പക്ഷേ നമ്മുടെ വ്യൂ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അവർ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ സുശാന്ത് സിംഗിൻ്റെ കേസിലാണെങ്കിൽ പോലും നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഫെയിം ഉണ്ട്, കാശുണ്ട്, എല്ലാം ഉണ്ട്, ബട്ട് അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ആൻഡ് ചേഞ്ചബിൾ ബിഹേവിയർ, സംടൈംസ് ഹ്യൂമർലെസ്, ടെൻഡൻസി ടുവേർഡ്സ് ആങ്കർ. ഭയങ്കര ചേഞ്ചബിൾ ബിഹേവിയർ ആയിരിക്കും. സംടൈംസ് ഒട്ടും തമാശ പറയും, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ഓറമിറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ ഓറം മെറ്റാലിക്കം എന്ന് പറയുന്നത് സെൽഫ് കണ്ടംനേഷൻ ആണ്. സെൽഫ് കണ്ടംനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ക്രിറ്റിസിസം. അവർ ഹൈ സ്റ്റാൻഡേർഡ് എയിം ഒക്കെ കെപ്റ്റ് ചെയ്യും, പക്ഷേ അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഗ്രേറ്റ് ഡിപ്രഷനൊക്കെ വരും. പക്ഷേ അവർ മറ്റാരെയും കുറ്റപ്പെടുത്തില്ല. അത് അവർ കാരണം എനിക്ക് കിട്ടാതെ, ഇവർ കാരണം എനിക്ക് നേടാൻ പറ്റാതെ, അങ്ങനെയൊന്നും ആരും പറയില്ല. അവർ സ്വന്തമായിട്ട് വിമർശിക്കാൻ തുടങ്ങും. When they are unbalanced, they lack self-confidence, they become self-critical, have strong feelings of failure and indignation. They feel guilty as they have done everything wrong, even if this doesn't represent reality. അപ്പം അവരൊരു ഹൈ സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ചു, പക്ഷേ അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ മൈൻഡ് അൺബാലൻസ്ഡ് ആവും, അവരുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു, അവർ സ്വയം വിമർശിക്കാൻ തുടങ്ങും, ബിക്കം സെൽഫ് ക്രിട്ടിക്കൽ. അവർക്ക് സ്ട്രോങ് ഫീലിങ്സ് ഓഫ് ഫെയിലിയർ ആൻഡ് ഇൻഡിഗ്നേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവർക്ക് ഭയങ്കര പേടിയാണ്, പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി, ആൻഡ് ഇൻഡിഗ്നേഷൻ, അതിനെ പേടി, അങ്ങനെ ഭയങ്കര സ്ട്രോങ് ഫീലിങ്സ് ആയിരിക്കും. ആൻഡ് ദേ ഫീൽ ഗിൽറ്റി ആസ് ദേ ഹാവ് ഡൺ എവറിത്തിങ് റോങ് ഈവൻ ഇഫ് ദിസ് ഡസൻറ്റ് റെപ്രസെൻറ്റ് റിയാലിറ്റി. അവർക്ക് തോന്നും അവർ ചെയ്തൊക്കെ തെറ്റാണ്, എല്ലാം ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, എല്ലാം ഞാൻ കാരണമാണ് അങ്ങനെ വിചാരിക്കും. പക്ഷേ it does not represent the reality. When they are in this frame of mind, they become irritable, aggressive and enraged, especially if somebody contradicts them. Over time, this irritability internalized and the aurum person falls into a deep depression because they are syphilitic miasm. Emotions not come outside but goes deep into the mind. വെൻ ദേ ആർ ഇൻ ദിസ് ഫ്രെയിം ഓഫ് മൈൻഡ്, അതായത് അവരൊരു ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും, ഭയങ്കര ലെവൽ അംബിഷൻസ് ഒക്കെ ആയിരിക്കും, പക്ഷേ അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യും, അതായത് സെൽഫ് കണ്ടംനേഷൻ, അങ്ങനെ സ്വന്തം വിമർശിച്ച് അവസാനം അവർ ഇറിറ്റബിൾ ആവും, അഗ്രസീവ് ആവും ആൻഡ് എൻറേജ്ഡ്, എസ്പെഷ്യലി ഇഫ് സംബഡി കോൺട്രഡിക്ട്സ് ദം. അങ്ങനെ ഓവർ ടൈം ദിസ് ഇറിറ്റബിലിറ്റി ഇൻറ്റേർണലൈസ്ഡ് ആൻഡ് ദ ഓറം പേഴ്സൺ ഫോൾസ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. അങ്ങനെ സമയം പോകുന്നതനുസരിച്ച് ഈ ഇറിറ്റബിലിറ്റി ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോകും. ബിക്കോസ് ദേ ആർ സിഫിലിറ്റിക് മയാസം, ദ ഇമോഷൻസ് നോട്ട് കം ഔട്ട് സൈഡ് ബട്ട് ഗോസ് ഡീപ്പ് ഇൻ ടു മൈൻഡ്. അവർ സിഫിലിറ്റിക് മയാസം ആയതുകൊണ്ട് തന്നെ അവർ ഡിപ്രഷനിലേക്ക് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അവരുടെ ഒരു
സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നവരെ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത് കഴിയുന്നവരെ. അപ്പോൾ ഈ സിഫിലിറ്റിക് മയോസ് ആയതുകൊണ്ട് തന്നെ ഇമോഷൻസ് ഒരിക്കലും പുറത്തേക്ക് വരത്തില്ല, പക്ഷെ അത് ഡീപ്പ് ഇൻ ടു ദ മൈൻഡ് പോയിട്ട് ഡീപ്പ് ഡിപ്രഷനിലേക്ക് ഡെവലപ്പ് ചെയ്യും. They become tired of life and have profound melancholy. ഓക്കെ, അതായത് പ്രൊഫൗണ്ട് മെലങ്കോളി എന്ന് വെച്ചാൽ ഡീപ്പ് മെലങ്കോളി എന്നാണ് അർത്ഥം. അതായത് ദേ ടയേർഡ് ഓഫ് ലൈഫ് ആൻഡ് ദേ ഹാവ് എ പ്രൊഫൗണ്ട് മെലങ്കോളി. ലൈഫ് ഇസ് എ കോൺസ്റ്റൻറ്റ് ബേർഡൻ, ദേ ഡിസയർ ടു കമ്മിറ്റ് സൂയിസൈഡ്. അങ്ങനെ പോയിട്ട് ജീവിതം ഒരു ഭാരമായി എപ്പോഴും ഒന്ന് മരിച്ചാൽ മതി എന്നുള്ള തോന്നലായിരിക്കും. ആൻഡ് ഹറീഡ്, ഗ്രേറ്റ് ഡിസയർ ഫോർ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. അതിന് ഭയങ്കര ഹറീഡ് ആയിരിക്കും, ബട്ട് ദേ കനോട്ട് ഡു തിങ്സ് ഫാസ്റ്റ് ഇനഫ്. ഭയങ്കര ഹറീഡ് ആയിരിക്കും, പക്ഷെ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഗുഡ് ക്വാളിറ്റീസ് ഓഫ് ഓറം മെറ്റാലിക്കം: ഇൻ്റലിജൻറ്റ്, ഹാർഡ് വർക്കിംഗ്, സക്സസ്ഫുൾ ആൻഡ് ഹോണസ്റ്റ്. സുശാന്ത് സിംഗിനാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 7 ആയിരുന്നു എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൽ. അപ്പം ഇൻ്റലിജൻ്റ് ഒക്കെയാണ് ഓറം പീപ്പിൾ, ഹാർഡ് വർക്കിംഗ്, സക്സസ്ഫുൾ ഒക്കെയാണ്. ഇനി ജോർജ് വിത്തോൾക്കസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓറം മെറ്റാലിക്കം ചൈൽഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവർ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് സ്കൂളിൽ ചൈൽഡ് ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു ഓറം നോക്കാം. ദേ ആർ ഡിഫിക്കൽട്ടി ഇൻ എസ്റ്റാബ്ലിഷിംഗ് ക്ലോസ് ഫ്രണ്ട്ഷിപ്പ്. അവർക്ക് ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. Ambitious at school and reach some higher level of prominence in their class. Their weak point is at the emotional level. And they look like they are quite okay, but inside they might have an extreme sensitivity. They are sensitive to critical remark by a teacher or fellow students about homework or schoolwork. Critical remarks will have a tremendous immediate effects upon these children. Throughout his life, a sense of bitterness remains and he continued to feel that the world is an uninviting place. Throughout his life, ഈ സെൻസ് ഓഫ് ബിറ്റർനെസ് ഉണ്ടാവുകയും ചെയ്യും. അത് പിന്നീട് ഈ ലോകം തന്നെ വെറുത്തു പോകും. ഇവൻച്വലി ദിസ് ആറ്റിറ്റ്യൂഡ് ലീഡ് ടു ഡീപ്പ് ഡിപ്രഷൻ. Emotionally, they are not expressive because they are syphilitic. Next, we move on to physical generals. Right-sidedness. Aurum Metallicum is a right-sided remedy. Syphilitic and mercurial affections of bones. And caries of nasal, palatine and mastoid bones. Fetid discharge, otorrhea. എല്ലാ ഡിസ്ചാർജസും ഭയങ്കര ഫീറ്റഡ് ആയിരിക്കും, എസ്പെഷ്യലി ഒട്ടോറിയ. Induration of testis, ovary. And heart affinity. Aurum Metallicum is one of the leading remedies of fear of heart disease. Next we move on to contrary effects. Fetid discharge but inoffensive leukorrhea. Discharges ഒക്കെ fetid ആയിരിക്കും, but leukorrhea is inoffensive. Excessive hunger but no appetite occasionally. Excessive hunger ആണ്, പക്ഷേ ചില സമയത്ത് തീരെ വിശപ്പുണ്ടാവില്ല. Enlargement of testicles but testicles mere pendant shreds in pining boys. Enlargement of testicles ഉണ്ടാവും, but pining boysൽ testicles mere pendant shreds ആയിരിക്കും. Constipation or nocturnal diarrhea. ഒന്നുകിൽ constipation അല്ലെങ്കിൽ nocturnal diarrhea. Next we move on to particulars. First, head. Falling of hair, especially in syphilis and mercurial affections. Headൽ falling of hair ആണ്, especially in syphilis and mercurial affections. Headache of people with dark olive brown complexion. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ ദേ ആർ ഡാർക്ക് ഒലിവ് ബ്രൗൺ കോംപ്ലക്ഷൻ. അവരുടെയൊക്കെയുള്ള ഹെഡേക്ക് ഓഫ് പീപ്പിൾ വിത്ത് ഡാർക്ക് ഒലിവ് ബ്രൗൺ കോംപ്ലക്ഷൻ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഐസിൽ ഒറ്റ കാര്യം ഓർക്കാനുള്ളൂ, ഹെമിയോപ്പിയ, സീൻ ലോവർ ഹാഫ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സിംബോളിക് ആയിട്ടുള്ള ഇമേജാണ്. അതായത് നമുക്ക് ആ ഒരു ഡമ്മി പാൻറ്റ് വെച്ചിരിക്കുന്നത്, അത് താഴ്ഭാഗം മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഇവിടെ മൗത്ത്. ഫൗൾ ബ്രെത്ത് ഇൻ ഗേൾസ് അറ്റ് പ്യൂബേർട്ടി. ഭയങ്കര ഫൗൾ ബ്രെത്ത് ആയിരിക്കും ഇൻ ഗേൾസ് അറ്റ് പ്യൂബേർട്ടി. നെക്സ്റ്റ് കാർഡിയോവാസ്കുലാർ സിസ്റ്റം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർട്ടിക്കുലർ ഫീച്ചർ എന്ന് പറയുന്നത്. ഫാറ്റി ഡീജനറേഷൻ ഓഫ് ദ ഹാർട്ട്. ഫോസ്ഫറസും ഫാറ്റി ഡീജനറേഷൻ ഓഫ് ദ ഹാർട്ടിന് മറ്റൊരു റെമഡിയാണ്. സെൻസേഷൻ ആസ് ഇഫ് ദ ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ ആസ് ദോ ഇറ്റ് സീസ്ഡ് ടു ബീറ്റ് ആൻഡ് ദെൻ സഡൻലി ഗേവ് വൺ ഹാർട്ട് തം. ദാറ്റ് ഈസ് ദ സെൻസേഷൻ ആസ് ഇഫ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ even though it is ceased to beat, then suddenly give a heart thump. There is violent palpitation, anxiety with congestion of blood to head and chest after exertion. Violent palpitations ആയിരിക്കും with anxiety and also congestion of blood to head and chest after exertion. പൾസ് സ്മോൾ ആയിരിക്കും, ഫീബിൾ ആയിരിക്കും, റാപ്പിഡ് ആൻഡ് ഇറഗുലർ ആയിരിക്കും. വിസിബിൾ ബീറ്റിംഗ് ഓഫ് കരോട്ടിഡ് ആൻഡ് ടെമ്പറൽ ആർട്ടറീസ്. There is high blood pressure,
വാസ്കുലാർ ലീഷൻ ഓഫ് ആർട്ടീരിയോസ്ക്ലിയറോട്ടിക് നേച്ചർ. ഓറം 30 വർക്ക്സ് വെൽ. ഇത് ബോഡിക്കിൽ പറയുന്നതാണ്. ഹൈ ബ്ലഡ് പ്രഷർ ആണ് വാസ്കുലാർ ലീഷൻസ് ഓഫ് ആർട്ടീരിയോസ്ക്ലിയറോട്ടിക് നേച്ചർ. Next we move on to the female reproductive system. Prolapsed and indurated uterus. The prolapsed and indurated uterus is from overreaching or straining or from hypertrophy. Menstrual and uterine affections with great melancholy. അവരുടെ ഒരു സെൻട്രൽ തീം തന്നെ ആ മെലങ്കോളിയാണ്, ഡീപ്പ് മെലങ്കോളി. അപ്പം എല്ലാ മെൻസ്ട്രൽ ആൻഡ് യൂട്രൈൻ അഫെക്ഷൻസും മെലങ്കോളിയോട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ദീസ് കംപ്ലയിൻറ്റ്സ് ആർ അഗ്രവേറ്റഡ് അറ്റ് മെൻസ്ട്രൽ പീരിയഡ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു മൊഡാലിറ്റീസ്. ഫസ്റ്റ് അഗ്രവേഷൻ. ഇൻ കോൾഡ് എയർ വെൻ ഗെറ്റിംഗ് കോൾഡ്. നമ്മളിത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ദേ ആർ വെരി ചില്ലി. അപ്പം അവരുടെ എല്ലാ കംപ്ലയിൻസും കോൾഡ് എയറിൽ അഗ്രവേറ്റ് ചെയ്യും വെൻ ദേ ഗെറ്റിംഗ് കോൾഡ്. മെൻ്റൽ എക്സേർഷൻ ഓൾസോ അഗ്രവേറ്റ് ദെയർ കംപ്ലയിൻസ്. ലൈയിങ് ഡൗൺ ഓൾസോ അഗ്രവേറ്റ്സ് ദെയർ കംപ്ലയിൻസ്. ഫ്രം സൺസെറ്റ് ടു സൺറൈസ്. ഓറം മെറ്റാലിക്കത്തിന് സൺറൈസിനോട് കമ്പയർ ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ സൺസെറ്റ് ടു സൺറൈസ് അവർക്ക് അഗ്രവേഷനും സൺറൈസ് അവർക്ക് അമിലറേഷനുമാണ്. മെനി കംപ്ലയിൻറ്റ്സ് കം ഒൺലി ഇൻ വിൻ്റർ. നെക്സ്റ്റ് ഈസ് അമിലറേഷൻസ്. ഇൻ വാം എയർ വെൻ ഗ്രോയിങ് വാം. അവർ ചില്ലിയാണ്, അപ്പം അവരുടെ കംപ്ലയിൻറ്റ്സ് അമിലറേറ്റ് ചെയ്യുന്നത് ഇൻ വാം എയർ ആൻഡ് ഗ്രോയിങ് വാം ആയിരിക്കും. ആൻഡ് അമിലറേറ്റഡ് ഇൻ ദ മോർണിംഗ് ബിക്കോസ് ഓറം ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദ റൈസിങ് സൺ. ആൻഡ് ഡ്യൂറിങ് സമ്മർ. വിൻ്ററിൽ എല്ലാ കംപ്ലയിൻറ്റ്സ് വരും, സമ്മറിൽ അമിലറേഷൻ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു റിലേഷൻ. ഓറം ഫോളോസ് ആൻഡ് ഫോളോഡ് വെൽ ബൈ സിഫിലിനം. ഇതൊരു സിഫിലിറ്റിക് മയാസുള്ള റെമഡിയാണ്. അപ്പം നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. സിഫിലിനം ആണ് ഫോളോസ് ആൻഡ് ഫോളോഡ് ബൈ. നെക്സ്റ്റ് ഈസ് സിമിലർ ടു എസഫോട്ടിഡ, കാൽക്കേരിയ, പ്ലാറ്റിനം, സെപ്പിയ, ടാരൻറ്റുല, തെറിഡിയോൺ ഇൻ ബോൺ ആൻഡ് യൂട്രൈൻ ഡിസീസസ്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ഓറം മെറ്റാലിക്കം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.